സൂപ്പർ താരം സൂര്യകുമാർ യാദവ് ഇല്ലാതെയാണ് 5 തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് IPL ആദ്യ പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരിക എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഞായറാഴ്ചയാണ് പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈയുടെ ആദ്യ പോരാട്ടം. സൂര്യയുടെ അഭാവം എങ്ങനെ നികത്തുമെന്നും പകരം ആരെ പ്ലേയിങ്ങിലേക്ക് കൊണ്ടുവരുമെന്നത് ഹാർദിക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. GT വിട്ട് മുംബൈയിലേക്ക് വരികയും രോഹിത് ശർമ്മയുടെ നായകസ്ഥാനം തെറിപ്പിച്ച് ക്യാപ്റ്റനാകുകയും ചെയ്തതു മുതൽ ഹാർദിക് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇനി ആദ്യ കളിയിൽ തോൽവിയോടെയാണ് മുംബൈ തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് സങ്കല്പിച്ച് നോക്കൂ. രോഹിത്തിനെ പുറത്താക്കിയതിന് പിന്നിൽ ആരാധകർ ഭൂരിഭാഗം ഹാർദിക്കിന് എതിരായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നായകനായുള്ള മുംബൈയുടെ തുടക്കം അദ്ദേഹത്തിന് ഗംഭീരമാക്കിയേ തീരൂ. പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ടിരിക്കുന്ന സൂര്യക്ക് ഇനിയും NCAയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ഈ കാരണത്താൽ തന്നെയാണ് GTയുമായുള്ള ആദ്യ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെയായിരുന്ന ലോകത്തിലെ നമ്പർ 1 T20 ബാറ്ററായ സൂര്യയ്ക്ക് പരിക്കേൽക്കുന്നത്. അതിനുശേഷം മത്സരരംഗത്തുനിന്ന് താരം മാറി നിൽക്കുകയാണ്. നിലവിൽ മുംബൈക്ക് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിലും സൂര്യയുടെ അഭാവം അവരുടെ ഓവറോൾ ടീം ബാലൻസിനെ ബാധിച്ചേക്കും. ബാറ്റിംഗ് ഓർഡറിൽ ചില മാറ്റങ്ങളും ഹാർദിക്കിന് വരുത്തേണ്ടതായി വന്നേക്കും. നിലവിൽ മുംബൈക്കായി 3-ാം നമ്പറിലാണ് സ്റ്റൈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ GTക്കെതിരെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ പൊസിഷനിൽ കളിച്ചേക്കുക യുവതാരം തിലക് വർമ്മയാകാനാണ് സാധ്യത. നിലവിൽ 4-ാം നമ്പറിലാണ് താരം ബാറ്റ് ചെയ്യുന്നതെങ്കിലും GTക്കെതിരെ ഒരു സ്ഥാനം മുകളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചേക്കും. മറ്റൊരു ഓപ്ഷൻ സൂര്യയുടെ 3-ാം നമ്പർ പൊസിഷനിൽ ഹാർദിക്ക് കളിക്കുക എന്നതാണ്. നേരത്തെ GTയിൽ 3-4 നമ്പറിലെല്ലാം അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈയിലും ഹാർദിക് 3-ാം നമ്പറിൽ കളിച്ചാൽ അത്ഭുതപ്പെടാനില്ല. 3-ാമനായി അദ്ദേഹം എത്തിയാൽ തിലക് പതിവ് പോലെ 4-ാം നമ്പറത്തെയും ബാറ്റ് ചെയ്യുക. സൂര്യക്ക് പകരം മലയാളി വെടിക്കത്താരം വിഷ്ണു വിനോദിന് മുംബൈ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത തീരെ കുറവാണ്. കഴിഞ്ഞ സീസണിൽ IPLൽ അരങ്ങേറുകയും മുംബൈക്കായി മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത യുവതാരം നിഖിൽ വധേരിയാവും സൂര്യയുടെ പകരക്കാരനായി ടീമിൽ വന്നേക്കുക. 14 മത്സരങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ 241 റൺസ് വധേര സ്കോർ ചെയ്തു. 145 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടുകൂടിയാണിത്. പക്ഷേ സൂര്യയുടെ ബാറ്റിംഗ് പൊസിഷനായ 3-ാം നമ്പറിൽ വധേരയെ പരീക്ഷിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. തിലകോ ഹാർദിക്കോ ആയിരിക്കും 3-ാമനായി ബാറ്റ് ചെയ്യുക. തിരക്കിൽ ലോവർ ഓർഡറിലായിരിക്കും അവസരം ലഭിക്കുക. കഴിഞ്ഞ സീസണിൽ താരം ദസ്റ്റർ ചെയ്തും ഈ റോളിൽ തന്നെയായിരുന്നു. അതിനാൽ തന്നെ വധേരയെ ബാറ്റിംഗിൽ മുന്നിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ മുംബൈ ശ്രമിച്ചേക്കില്ല.